അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്, ഏകകക്ഷി മേധാവിത്വത്തിൻ്റെ കാലഘട്ടം എന്നതാണ് ഈ. അതായത് 1947 മുതൽ 1967 വരെയുള്ള 20 വർഷക്കാലം അത് കോൺഗ്രസിൻ്റെ ഡോമിനൻസ് ഉള്ള ഒരു ആധിപത്യമുള്ള കാലഘട്ടമായിരുന്നു. ഈ കാലഘട്ടത്തെയാണ് നമ്മൾ ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സാധാരണഗതിയിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിനെ പറ്റി വിശദീകരിക്കുക. 5 മാർക്കോ അല്ലെങ്കിൽ എസ് എ ഉണ്ടാവും. അപ്പോൾ ഒന്ന് പറയാമോ? തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 പ്രകാരം ഡോക്ടർ സുകുമാർ സെൻ അധ്യക്ഷനായിക്കൊണ്ടൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് 1950 ജനുവരി 25-ന് നെഹ്റു ഗവൺമെൻറ് രൂപം നൽകി. എന്നിട്ട് ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രധാന ചുമതലകൾ: 1. മണ്ഡല രൂപീകരണം, പ്രിപ്പറേഷൻ ഓഫ് അല്ലെങ്കിൽ ഡ്രോയിങ് ദ ബൗണ്ടറീസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യുവൻസീസ്. ഇന്ത്യയിൽ അതുവരെ തെരഞ്ഞെടുപ്പുണ്ടായിട്ടില്ല, സംസ്ഥാനങ്ങളൊന്നും കറക്റ്റായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിലുണ്ടായിരുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മണ്ഡല രൂപീകരണമായിരുന്നു. ഏകദേശം 489 ലോക്സഭാ മണ്ഡലങ്ങളും 3200-ഓളം നിയമസഭാ മണ്ഡലങ്ങളുമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഡിലിമിറ്റിംഗ് കമ്മീഷൻ വഴിയത് ഉണ്ടാക്കിയത്. രണ്ടാമത്തത് പ്രിപ്പറേഷൻ ഓഫ് ദി വോട്ടേഴ്സ് ലിസ്റ്റ്. മണ്ഡലങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മണ്ഡലാടിസ്ഥാനത്തിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാനുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കണം. അപ്പോൾ രണ്ടാമത്തെ ചുമതല പ്രിപ്പറേഷൻ ഓഫ് ദി വോട്ടേഴ്സ് ലിസ്റ്റായിരുന്നു. വോട്ടർ പട്ടികയും ഏകദേശം 6 മാസത്തോളം എടുത്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കി. പക്ഷേ ഇതിൻ്റെ ബിഗിനിങ്ങിൽ ആദ്യം തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ പല പേരുകൾക്കും ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ അത്രയങ്ങ് പൊതുരംഗത്തേക്ക് വരാത്തത് കൊണ്ട് വോട്ടർ പട്ടികയിൽ പല സ്ത്രീകളുടെയും പേരുകൾ രേഖപ്പെടുത്തിയിരുന്നില്ല. മറ്റേ ബ്ലാ 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 ഇന്ന ആളുടെ ഭാര്യ അല്ലെങ്കിൽ ഇന്ന ആളുടെ മകൾ എന്നൊക്കെയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷെ കമ്മീഷൻ ഇത് തിരിച്ചയക്കുകയും പിന്നീട് കറക്റ്റ് ചെയ്ത് പുതിയത് പ്രസിദ്ധീകരിക്കുകയുമാണ് ചെയ്തത്. മൂന്നാമത്തത് ദ ട്രെയിനിങ് ദ ഒഫീഷ്യൽസ് ടു എൻഷുവർ ദ ഫ്രീ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഇലക്ഷൻ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുക എന്നതായിരുന്നു കമ്മീഷൻ്റെ മൂന്നാമത്തെ ചുമതല. ഏകദേശം 3 ലക്ഷത്തോളം ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ട്രെയിനിങ് കൊടുത്തു. ഇതാണ് അതിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു മുഖവുരയായിട്ട് എഴുതേണ്ടത്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് 1951 സെപ്റ്റംബർ മുതൽ 1952 ഫെബ്രുവരി വരെ ആണ് ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏകദേശം 6 മാസത്തോളം. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരുമിച്ചാണ് അന്ന് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. ആവറേജ് എല്ലാ മണ്ഡലത്തിലും 4 സ്ഥാനാർത്ഥികൾ വീതം മത്സരിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. മത്സരിച്ചിരുന്നു, അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. പാർട്ടി അടിസ്ഥാനത്തിൽ പ്രധാന പാർട്ടി കോൺഗ്രസും CPIയും മാത്രമാണ് പാർട്ടി അടിസ്ഥാനത്തിൽ മത്സരിച്ചത്. ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരുന്നു. ആദ്യ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 17 കോടി വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ സ്ത്രീ വോട്ടർമാരായിരുന്നു കൂടുതൽ. 15% ആളുകൾ ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. അത് എഴുതാനോ വായിക്കാനോ അറിയാത്ത ഇല്ലിറ്ററേറ്റ് ആയിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പിലെ 15% ആളുകൾ. ഏകദേശം 60% ആളുകൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി. പിന്നെ ബാലറ്റ് ബോക്സിൻ്റെ പരിണാമം അല്ലെങ്കിൽ രീതിയും പിന്നെ പോളിംഗ് ബൂത്തും സജ്ജീകരണവും ഒരു ഹെഡിങ് എഴുതിയാൽ മതി. ആദ്യ തെരഞ്ഞെടുപ്പിൽ ഓരോ സ്ഥാനാർത്ഥിക്കും അവരുടെ പേരെഴുതിയ ഒരു ബാലറ്റ് ബോക്സായിരുന്നു
പോളിംഗ് ബൂത്തിൽ സജ്ജീകരിച്ചിരുന്നത്. അപ്പോൾ ഓരോ സ്ഥാനാർത്ഥിക്കും സെപ്പറേറ്റ് പേരെഴുതിയ ബാലറ്റ് ബോക്സ് ആയിരുന്നു പോളിംഗ് ബൂത്തിൽ സജ്ജീകരിച്ചിരുന്നത്. എന്നാൽ ഇത് അത്ര ഫ്രീ ആൻഡ് ഫെയർ അല്ലാത്തത് കൊണ്ട് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒറ്റ ബാലറ്റ് ബോക്സ് എന്ന രീതിയിലേക്ക് മാറുകയും 2000 ശേഷം അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് മാറുകയും ചെയ്തു. ഇനി തെരഞ്ഞെടുപ്പ് റിസൾട്ട്. കേന്ദ്രത്തിലും അതായത് ലോക്സഭയിലും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആണ് ആധിപത്യം നേടിയത്. തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ 364 സീറ്റും ഏകദേശം 44.9% വോട്ടും കിട്ടി കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയായി മാറുകയുണ്ടായി. തൊട്ടടുത്ത സീറ്റുണ്ടായിരുന്നത് പാർട്ടി ബേസിൽ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPIക്കായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ പാർട്ടിയും CPI ആണ്. അതിൻ്റെ നേതാവ് AKG ആയിരുന്നു ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. ഇതാണ് ആദ്യ പൊതു തെരഞ്ഞെടുപ്പ്. പിന്നെ ചോദിക്കുന്നതാണ്, ഈ ആദ്യ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ആധിപത്യത്തിനുള്ള കാരണങ്ങൾ. പ്രധാനമായി 4-5 കാരണങ്ങൾ കൊണ്ടാണ് 1947 മുതൽ 67 വരെയുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസ് ആധിപത്യം നിലനിന്നത്. അതിന് ഒന്നാമത്തെ കാരണം കോൺഗ്രസിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിലുള്ള പാരമ്പര്യമാണ്. ഇന്ത്യക്കാരുടെ ഒരു പൊതുബോധം, അന്നത്തെ ഇന്ത്യക്കാരുടെ ഒരു പൊതുബോധം കോൺഗ്രസ് ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്നതായിരുന്നു. അപ്പം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം. രണ്ടാമത്തത് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള കാരിസ്മാറ്റിക് ലീഡർഷിപ്പ്. ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള മഹാത്മാക്കളുടെ നേതൃത്വം. മൂന്നാമത് ദ ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഓഫ് ദി കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം. നാലാമത്തേത് കോൺഗ്രസ് പാർട്ടി സ്പ്രെഡ് ഓൾ ഓവർ ഇന്ത്യ. കോൺഗ്രസ് പാർട്ടി, അന്നത്തെ കോൺഗ്രസ് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടന്നൊരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ദെൻ പ്രതിപക്ഷ നിലയിൽ നിന്ന് നോക്കുമ്പോൾ ഇറ്റ് വാസ് വീക്ക് ഒപ്പോസിഷൻ പാർട്ടീസ്. അന്ന് കോൺഗ്രസിനെ വെല്ലാൻ പറ്റുന്ന ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. വീക്കായ പ്രതിപക്ഷ പാർട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം കൊണ്ടാണ് കോൺഗ്രസ്സിന് ആദ്യകാലത്ത് ആധിപത്യം നേടാൻ സാധിച്ചത്. അതൊരു വേറെ സെപ്പറേറ്റ് ആണ് കേട്ടോ. ഇനി കോൺഗ്രസ്സിനെ ഒരു സാമൂഹിക ആൻഡ് ഐഡിയോളജിക്കൽ ആദർശ കൂട്ടായ്മ എന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യുക അങ്ങനെ ചോദിക്കും. കോൺഗ്രസ്സിനെ ഒരു സാമൂഹിക ആദർശ കൂട്ടായ്മ എന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യുക. സോഷ്യോളജിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ കൊലീഷൻ. അപ്പോൾ ഇത് 1885 രൂപം നൽകിയ കോൺഗ്രസ് 1916 വരെ ഇന്ത്യയിലെ വരേണ്യവർഗത്തിൻ്റെയും സമ്പന്നവർഗത്തിൻ്റെയും അത് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസിൻ്റെയും അതോടൊപ്പം ബ്രിട്ടീഷുകാരുടെയും അവർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു വേദി മാത്രമായിരുന്നു. ഇന്ത്യയിലെ പൊതുജനത കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്നാൽ ഗാന്ധിജിയുടെ ആഗമനം 1916 ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരികയും കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിരവധി ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് ഗാന്ധിജി കോൺഗ്രസിനെ ഉപയോഗിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഇന്ത്യയിലെ കർഷകരും സാധാരണക്കാരും സമ്പന്നരും എല്ലാ വിഭാഗം ജനങ്ങളും കോൺഗ്രസിലേക്ക് ഒഴുകി. അങ്ങനെ 1916 ശേഷമുള്ള കോൺഗ്രസ് ഇന്ത്യയിലെ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൻ്റെ മുഖമായി മാറുകയും ഇന്ത്യക്കാരുടെ ഒരു പൊതു വേദിയായി മാറുകയും ചെയ്തു. അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ബേസായി, സാമൂഹിക കൂട്ടായ്മയായി അത് മാറി. ഇതാണ് അതിൻ്റെ സോഷ്യോളജിക്കൽ ബേസ്. ഇതിൻ്റെ ഐഡിയോളജിക്കൽ കൊലീഷൻ എന്ന് വെച്ചാൽ 1948 നോ ഡബിൾ മെമ്പർഷിപ്പ് എന്ന പ്രമേയം കോൺഗ്രസ് പാസ്സാക്കുന്നത് വരെ 1948 2 മെമ്പർഷിപ്പ് പാടില്ല എന്ന പ്രമേയം കോൺഗ്രസ് പാസ്സാക്കുന്നത് വരെ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും അതേപോലെ
തീവ്ര ഹിന്ദുത്വ വിഭാഗങ്ങളെല്ലാം പ്രവർത്തിച്ചിരുന്നത് കോൺഗ്രസ്സിനകത്തായിരുന്നു. അവർ കോൺഗ്രസ് സെപ്പറേറ്റ് പാർട്ടി ഉണ്ടാക്കി പോവുകയോ അതല്ലെങ്കിൽ മാറി നിൽക്കുകയോ ചെയ്യുന്നില്ല. എല്ലാവരും പ്രവർത്തിച്ചിരുന്നത് കോൺഗ്രസ്സിനകത്താണ്. ഈ കാലഘട്ടത്തെയാണ് അതിൻ്റെ ഐഡിയോളജിക്കൽ കൊലീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1948 വരെയുള്ള കാലഘട്ടത്തെ അതിൻ്റെ ആദർശ കൂട്ടായ്മ എന്ന് പറയുന്നു. കാരണം വ്യത്യസ്ത പാർട്ടികൾ കോൺഗ്രസ്സിനകത്ത് തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ: ഒന്ന് സോഷ്യലിസ്റ്റുകൾ, രണ്ട് കമ്മ്യൂണിസ്റ്റുകൾ, മൂന്നാമത്തത് ഭാരതീയ ജനസംഘ്, നാലാമത്തെ സ്വതന്ത്ര പാർട്ടി. ചെറുതായിട്ടൊന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടികളാണ്. 1935 ആചാര്യ നരേന്ദ്രദേവ് 34 ആചാര്യ നരേന്ദ്രദേവ് രൂപീകരിച്ച CSP ആണ് സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് രൂപാന്തരപ്പെട്ടത്. ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തിലെത്തിച്ച് സോഷ്യലിസം നടപ്പിലാക്കണമെന്ന് വിശ്വസിച്ചവരായിരുന്നു ഇവർ. നേതാക്കന്മാരാണ് പ്രധാനപ്പെട്ട വ്യക്തി ആചാര്യ നരേന്ദ്രദേവ് തന്നെയാണ്. രണ്ടാമത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് 1925 റഷ്യയിൽ വെച്ചാണ് പഴയ USSR വെച്ചിട്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയത്. ശാസ്ത്രീയ സോഷ്യലിസത്തിലൂടെ സോഷ്യലിസം നടപ്പിലാക്കണമെന്ന് വിശ്വസിച്ചവരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. SA ഡാങ്കെ, AKG, EMS തുടങ്ങിയ ആളുകളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ. ഇവരെല്ലാം കോൺഗ്രസ്സിനകത്ത് തന്നെയാണ് 1948 വരെ ഒരു പാർട്ടി എന്ന നിലക്ക് പ്രവർത്തിച്ചിരുന്നത്. ഡാങ്കെ, EMS, PC ജോഷി, അജയ് ഘോഷ് ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട AKG തുടങ്ങിയവരാണ് പ്രധാനപ്പെട്ട നേതാക്കൾ. അപ്പം ശാസ്ത്രീയ സോഷ്യലിസം, അതായത് വിപ്ലവത്തിലൂടെ സോഷ്യലിസം നടപ്പിലാക്കണമെന്ന് വിശ്വസിച്ചവരായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ. മൂന്നാമത്തത് ഭാരതീയ ജനസംഘ്. ഹിന്ദു മഹാസഭയുടെയും RSSൻ്റെയും സമ്മർദ്ദത്താൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയും ദീൻ ദയാൽ ഉപാധ്യായയും കൂടി ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് BJS അഥവാ ഭാരതീയ ജനസംഘ്. ഇന്ത്യ വിഭജനത്തെ എതിർത്തിരുന്ന ഭാരതീയ ജനസംഘ് വൺ ഇന്ത്യ, വൺ കൾച്ചർ, വൺ നാഷൻ, അഖണ്ഡ ഭാരത്, ഒരു രാജ്യം, ഒരു സംസ്കാരം, ഒരു ദേശം, അഖണ്ഡ ഭാരതം എന്ന ആശയം മുറുകെ പിടിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു ഭാരതീയ ജനസംഘ്. ഇന്ത്യ വിഭജനത്തെ ഭാരതീയ ജനസംഘ് എതിർത്തിരുന്നു. ഇതൊരു പ്രോ അമേരിക്കൻ പാർട്ടി കൂടിയായിരുന്നു ഭാരതീയ ജനസംഘ്. ബ്രാഹ്മണ മേധാവിത്വത്തിനും സാൻസ്ക്രിറ്റൈസേഷനും വേണ്ടി നിലകൊണ്ട പാർട്ടിയും ആയിരുന്നു BJS, ഭാരതീയ ജനസംഘ്. അടുത്തതാണ് സ്വതന്ത്ര പാർട്ടി. 1959 നാഗ്പൂർ പ്രമേയത്തിൽ വെച്ച് കോൺഗ്രസിൻ്റെ ലക്ഷ്യം സോഷ്യലിസം നടപ്പിലാക്കലാണെന്ന് ഒരു രാഷ്ട്രീയ പ്രമേയം കോൺഗ്രസ് അവതരിപ്പിച്ചപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജന്മിമാർക്കും മുതലാളിമാർക്കും അവരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രീ രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ, രാജാജി എന്ന് വിളിക്കുന്ന രാജഗോപാലാചാര്യയും മിനു മച്ചായി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഒരു പാർട്ടിയാണ് സ്വതന്ത്ര പാർട്ടി. ഇത് ലേസസ് ഫെയർ ക്യാപിറ്റലിസം അഥവാ ലിമിറ്റഡ് ഇൻ്റർഫിയറൻസ് ഇൻ ദ ഇക്കോണമി ബൈ ദ ഗവൺമെൻറ്, രാഷ്ട്രം അല്ലെങ്കിൽ സർക്കാർ സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല, ഭൂമിക്ക് പരിധി നിശ്ചയിക്കാൻ പാടില്ല, ലേസസ് ഫെയർ ക്യാപിറ്റലിസം, ലോ ആൻഡ് ഓർഡർ, ഗവൺമെൻറ്റിൻ്റെ പണി ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കുക മാത്രമാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി രംഗത്ത് വന്ന പാർട്ടിയാണ് സ്വതന്ത്ര പാർട്ടി. ഇതൊരു പ്രോ അമേരിക്കൻ പാർട്ടിയായിരുന്നു.